ഹലോ ഗുഡ് ആൻഡ് ടാഗ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖവെള്ളി വ്ളോഗാണ്. അപ്പോൾ ഒരു വ്ളോഗ് എന്നുള്ള രീതിക്കൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല, കാരണം ദുഃഖവെള്ളിയാഴ്ച അത് അത്തരം ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുഃഖവെള്ളിയാഴ്ച അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈശോനെ കുരിശിൽ തറച്ച ദിവസം, അതായത് മരിച്ച ദിവസത്തിനെയാണ് അതൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വീഡിയോ എടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വ്ളോഗ് എടുത്തത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോയിൽ നമ്മുടെ അന്നത്തെ ദിവസത്തെ വീട്ടിലത്തെ ആ ഒരു കാലത്ത് നമ്മൾ കുറുക്കാണ് കഴിക്കുക, അതായത് മധുരമൊന്നും ഇല്ലാത്ത ഒരു കുറുക്കാണ് കഴിക്കുക. അപ്പോൾ അത് കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തു. അപ്പോൾ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഗുഡ് ഫ്രൈഡേയുടെ ഡെഡിക്കേഷനാണ് എൻ്റെ ഫാദറിൻ്റെ വ്ളോഗിനോട്. അതെ, അതിൻ്റെ ഭംഗിയിൽ തന്നെ ചെയ്യണം. പാല് കുറുക്കിയതെന്ന് പറയും. അത് ആദ്യം കൈപ്പല കടിക്കുക. അപ്പോൾ കാലത്തത് മാത്രമേ ഉള്ളൂ. കാലത്തത് മാത്രം ഉപവാസമാണ്. അതെ, ഇന്ന് ഉപവാസമാണ്. അപ്പം ഇതും മാത്രം കഴിക്കുക. ഇതാണ് കുറുക്ക്. ഇതെങ്ങനെ ഉണ്ടാക്കണേ? മധുരമില്ല മാത്രം. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. കൂടുതൽ ചോദിച്ചോ? ആവശ്യത്തിനില്ല. കഴിഞ്ഞു. ക്യാമറ ഷൈ ഉള്ള ആൾക്ക് നമ്മൾ ഇതിങ്ങനെ കൊടുക്കുന്നു. പിന്നെ വാ, എൻ്റെ ക്യാമറ അവിടെയല്ലേ ഇരിക്കുന്നു. വാ എന്നാ. അയ്യ, അത് മൈക്കാ. കൈ കണ്ടിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഒരാഴ്ച. ഞാൻ മാത്രമല്ല, ഇവിടെ അപ്പാപ്പുണ്ട്, എൻ്റെ അപ്പച്ചനുണ്ട്. വർഷത്തിലൊരിക്കൽ മാത്രമേ കട പൂട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നൊരു അത്ഭുത ദിവസമാണ് എൻ്റെ ഗ്രാമത്തിന്. അതെ, ഇവിടെ ഒരാളുണ്ട്, അമ്മാമ്മേ എന്താ ഇവിടെ ഇരുന്ന് കഴിക്കണേ? കൈപ്പഴ കഴിച്ചാ? ഓക്കെ. അപ്പം നമ്മുടെ കുറുക്ക് കഴിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ഭക്ഷണമില്ല. ഇനി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും ഒരിക്കലാണെന്നാണ് അമ്മ പറയുന്നത്. ഉപവാസം. ഇനി ഉച്ചയ്ക്ക് ഭക്ഷണമുള്ളൂ. പക്ഷെ ഞാൻ ഇത് ഓഫാക്കി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ചുക്കു വന്നു. ഹായ് പറ ചുക്കു. ഹലോ പറ. ഹലോ പറ. ഹായ്, ഒരു ഹായ് പറ. അല്ലെങ്കിൽ ഹായ് തന്നില്ലെങ്കിൽ ചുക്കുവിൻ്റെ മൂക്കെടുക്കും. ഒരു ഉമ്മന്ന് വെച്ചാ ഹായ് പറ. അത്രേ ഉള്ളൂ. വളരെ ചെറിയൊരു കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ഞാൻ ഈ ഒരു കാര്യം ഡോക്യുമെൻ്റ് ചെയ്യാന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ഒരു വ്ളോഗ് എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പ്രിപ്പറേഷനൊന്നും ചെയ്യാണ്ടിരുന്നത്. ഓക്കെ.